C.M.A ട്രാവൽ അടിപൊളി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അടിപൊളി ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്കൊരു വൈറ്റ് ഫോറസ്റ്റ് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ 1 കപ്പ് പഞ്ചാര പൊടിച്ചെടുക്കുക. പൊടിച്ച പഞ്ചാര പാത്രത്തിലോട്ടിടുകയാണ്. നാല് മുട്ട എടുത്ത് മിക്സിയിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ മുട്ട എടുത്ത് മിക്സിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ട നന്നായി 2 മിനിറ്റ് മിക്സിയിലിട്ട് അടിക്കുക. മിക്സിയിൽ അടിച്ച മുട്ടയിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. മുട്ടയും പഞ്ചാരയും അടിച്ചതിലേക്ക് മണമില്ലാത്ത 3 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇനി ഇത് നന്നായി അടിച്ചെടുക്കുക. മുട്ട പഞ്ചസാരപ്പൊടി എണ്ണ ഒഴിച്ചതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായി അടിച്ചെടുക്കാം. മുട്ട, പഞ്ചസാരപ്പൊടി, എണ്ണ, വാനില എസൻസ് ഇത്രയും അടിച്ചെടുത്തത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മൈദ ഇടഞ്ഞെടുക്കാം. 125 ഗ്രാം മൈദ എടുക്കുക. എന്നിട്ട് ഇടക്കാം. മൈദ ഇപ്പം 125 ഗ്രാമായി. ഇനിയും മൈദ ഇടഞ്ഞെടുക്കാം. മൈദ നന്നായി ഇടഞ്ഞെടുക്കുക. 2-3 വട്ടം നന്നായി മൈദ ഇടഞ്ഞെടുക്കുക.
ഇടഞ്ഞെടുത്ത മൈദയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ഇളക്കി എടുക്കുക. നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ട ഈ ചരുവത്തിലേക്ക് ഒഴിക്കുക. ഇനിയും ഇതിലേക്ക് മൈദ കുറച്ചായിട്ട് എടുത്ത് ഇളക്കുക. ഒരു നുള്ള് സോഡാപ്പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ശകലം വിനാഗിരി ചേർക്കുക. പിന്നെ വിനാഗിരി എടുക്കുമ്പോൾ ഡേറ്റ് കഴിയാറായ വിനാഗിരി എടുക്കരുത്. അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്ക് വിനാഗിരി ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കാം. ഇങ്ങനെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ദോശക്കല്ലോ എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെക്കുക. എന്നിട്ട് ഈ നോൺ സ്റ്റിക്ക് പാനിൽ എല്ലാത്തിനും മുമ്പ് നമ്മൾ എണ്ണ തേച്ച് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇത് നമ്മൾ വെക്കുന്നത് നമ്മൾ കേക്ക് ഡയറക്റ്റ് നോൺ സ്റ്റിക്ക് പാൻ വെച്ചാൽ കേക്ക് ഓവർ ഹീറ്റായി ചിലപ്പോൾ പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ചാൽ സ്റ്റീമിൽ നന്നായി റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഈ കലക്കി വെച്ചതിന് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ചതിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും നന്നായി ഇതൊന്ന് റെഡിയാകണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കരുത്. 20 മിനിറ്റിന് കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കാവൂ. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്ന് നമ്മൾ ഇടയ്ക്ക് സൈഡിലൊക്കെ നല്ലപോലെ വല്ലാതായിപ്പോവും. സൈഡിലൊക്കെ ഇത് നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിനി പഞ്ചാര ലൈനി ഉണ്ടാക്കാം. പഞ്ചാര ലായനി ഉണ്ടാക്കാൻ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര 1 കപ്പ് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കുക. ഇനി 400 ഗ്രാം വിപ്പിംഗ് ക്രീം ചേർക്കുക. വിപ്പിംഗ് ക്രീം ഒരു 2 മണിക്കൂറിന് മുകളിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണം. അതുകൂടാതെ നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്യുന്ന പാത്രം ഒരു ഫ്രിഡ്ജിൽ ഒരു 2-3 മിനിറ്റ് വെക്കുക. ഇനി വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
നല്ലപോലെ ഇളക്കണം. ഇളക്കിയിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ തണുപ്പിക്കാൻ വെച്ച കേക്ക് ഇനിയും വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് മുറിയാതിരിക്കാൻ നോക്കണം. ഇത് തീരെ സോഫ്റ്റാണ്. ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് നന്നായി ക്രീം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് രണ്ടായിട്ട് മുറിച്ച കേക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെക്കുക. അതിലേക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് നന്നായി പഞ്ചസാര ലൈനി ഒഴിക്കുക. എന്നിട്ട് ഈ മുകളിലേക്ക് ക്രീം നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ചെറിയോ ഇഷ്ടമുള്ള എന്തും ചേർക്കാം. വൈറ്റ് ചോക്ലേറ്റാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കേക്കിൻ്റെ ഭാഗം കൂടെ നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാം. ഇനി കേക്ക് നന്നായി ഡെക്കറേറ്റ് ചെയ്യുക. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാം. രണ്ട് മണിക്കൂർ ഇപ്പോൾ കേക്ക് തണുക്കാൻ വെച്ചു. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് കട്ട് ചെയ്യാം.
കേക്ക് റെഡി ആയിട്ടുണ്ട്.